ഗബ്രിയും ജാസ്മിനും ട്രാക്ക് മാറ്റുന്നു. ഇതുവരെ അവർ തമ്മിൽ ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ പരസ്പരം ഒരു താല്പര്യം ആ രീതിയിലുള്ളൊരു ട്രാക്കാണല്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത്. ഇപ്പോൾ ആ ട്രാക്കിൽ നിന്നും വ്യതിചലിക്കുന്നു. നിറം സിനിമ പോലെ, പണ്ടത്തെ നിറം സിനിമ ഉണ്ടല്ലോ കുഞ്ചാക്കോ ബോബൻ്റെ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ, നമ്മൾക്കിടയിൽ എന്താടാ സംഭവിച്ചത്, അങ്ങനെയുള്ള കുറേ തട്ടിക്കൂട്ട് ഡയലോഗുകൾ ആ സ്റ്റൈലിലൊക്കെ പടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗബ്രി പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ജാസ്മിനെ ഇഷ്ടമാണ്, പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല. അവർ തമ്മിൽ കുറേ കാര്യങ്ങളിൽ വളരെയധികം അന്തരമുണ്ട്. ഇവിടുന്ന് പുറത്തു പോയാലും അവർ എന്താ പറയുക, ഓരോ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഗബ്രി പറഞ്ഞത്. ജാസ്മിനും അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ഇനി മേലിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ്റെ ഒരു ഭാഗത്തോട്ട് പോകുന്നു. ഉടനെ റസ്മിൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. റസ്മിൻ അതിൻ്റെ ഇടനിലക്കാരൻ്റെ പോലെ ഇങ്ങനെ വർത്തമാനം പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഗബ്രിക്ക് വയ്യാതെയാവുന്നു. അതൊക്കെ സത്യത്തിൽ ആയതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വയ്യായ്മ വന്നതാണെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അവർ നമ്മളെ കോമാളി കളിപ്പിക്കുന്ന രീതിയിലാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. അവർക്ക് പുറത്തെ കാര്യങ്ങൾ ഏറെക്കുറെ അവർക്ക് മനസ്സിലായി കാണണം, എങ്ങനെയെങ്കിലുമൊക്കെ വിവരം കിട്ടിക്കാണണം. കാരണം അവരുടെ ഈ ട്രാക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് പുറത്തുണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ അവർ ആ ട്രാക്കൊന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ എന്തായാലും ആ ട്രാക്കൊന്നും വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അതങ്ങനെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ട്രാക്കല്ല. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസമൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താ പറയുക, നമുക്ക് ചിരിച്ചുകൊണ്ടാണ് കാണാൻ സാധിച്ചത്. അത് വളരെ ബോറായിരുന്നു എന്ന് വേണം പറയാൻ.